Welcome to my channel Mathematics by DC by Mary MJ. Today I am discussing SCRT class 10 chapter 6 coordinates. ഈ കോർഡിനേറ്റ്സ് എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? അപ്പോൾ ഈ കോർഡിനേറ്റ്സിനെ ബേസ് ചെയ്തിട്ട് ഞാനൊരു ഫിഗർ കാണിച്ചു തരാം. സോ ദിസ് ഇസ് എ ഫിഗർ, ഒരു പിക്ചറാണ്. ഞാൻ ഏതിനകത്ത് വരച്ചതെന്ന് പറയും ജിയോജിബ്ര എന്ന് പറഞ്ഞ ഒരു ആപ്പിൽ നിങ്ങൾ പഠിക്കുന്നതാണ് ജിയോജിബ്ര, അതിനകത്ത് വരച്ചതാണ് ഈ ഒരു ഫിഗർ. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് ഓരോ പോയിന്റ്സ് പ്ലോട്ട് ചെയ്യണമെങ്കിൽ ഇപ്പം ഇതെങ്ങനെയാണ് വരച്ചത്, ഹൗ ഡിഡ് ഐ ഡ്രോ ദിസ്, ഇത് വരച്ചത് എങ്ങനെയാണ്, ഈ കോർഡിനേറ്റ്സ്, ഈ പോയിന്റ്സ്, അത് ഒരുപാട് ഗ്രിഡ്സ് ഉണ്ട് ഇവിടെ അല്ലെ, സ്ക്വയർ ഗ്രിഡ്സ് ഉണ്ട്, അതിൻ്റെ ഓരോ പോയിന്റ്സ് ഒക്കെ ജോയിൻ ചെയ്തിട്ടാണ് എനിക്ക് ഈ ഫിഗർ കിട്ടിയത്. അപ്പം അതിൻ്റെ ഓരോ പോയിന്റ്സ്, അപ്പം ഏത് പോയിന്റ്സ് ആണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്, അപ്പം ആ പോയിന്റ്സ് ജോയിൻ ചെയ്യുന്ന പോയിന്റ്സിന് ഒരു പേര് പറയണം അല്ലേ. നമുക്ക് ഈ പോയിന്റ് ജോയിൻ ചെയ്ത്, അതായത് എ എന്ന് പറഞ്ഞ പോയിന്റും പി എന്ന് പറഞ്ഞ പോയിന്റും അത് കറക്റ്റ് എവിടെയാന്നുള്ള പൊസിഷൻ പറയണം. അപ്പൊ അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ പറയണമെങ്കിൽ നമുക്കൊരു ആക്സിസ് വേണം, ഒരു പെർട്ടിക്കുലർ ആക്സിസ് വേണം. എന്നാൽ മാത്രമേ നമുക്ക് എവിടെയാണ് എ അല്ലെങ്കിൽ എവിടെയാണ് ഒ എവിടെയാണ് എം എന്നൊക്കെ നമുക്ക് കറക്റ്റ് പറഞ്ഞാൽ മാത്രമേ ഇങ്ങനെ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്, വിത്ത് റെസ്പെക്ട് ടു ആക്സിസ്. ഏതൊക്കെ ആക്സിസ് ആണ്? ഇതിനെയാണ് നമ്മൾ എക്സ് ആക്സിസ് എന്ന് പറയുന്നത്. ഈ ഹൊറിസോണ്ടൽ ലൈൻ ഇസ് കോൾഡ് ദി എക്സ് ആക്സിസ് ആൻഡ് ദിസ് ഇസ് കോൾഡ് ദി വൈ ആക്സിസ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിനെയാണ്, ഏത് എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിനെയാണ് വൈ ആക്സിസ് എന്ന് പറയുന്നത്. സോ ദിസ് ലൈൻ, ഇപ്പോൾ ആ ആക്സിസിനെ മാർക്ക് ചെയ്ത് തരാം. സോ ദിസ് ഇസ് എക്സ്, ഇവിടെ എക്സ് ആക്സിസ്, ഈ ഭാഗത്ത് നമ്മൾ എക്സ് ഡാഷ് എന്ന് മാർക്ക് ചെയ്യും നെഗറ്റീവ് ആക്സിസിൽ. ആൻഡ് ഹിയർ ഇറ്റ് ഇസ് വൈ ആൻഡ് ദിസ് സൈഡ് ഇസ് വൈ ഡാഷ്. അപ്പോൾ എക്സ് എക്സ് ഡാഷും വൈ വൈ ഡാഷും. അപ്പം ഈ രണ്ട് ആക്സിസിനെ നമ്മൾ യൂസ് ചെയ്തിട്ട് ഈ രണ്ടെണ്ണം കൂടെ വിത്ത് റെസ്പെക്ട് ടു ദീസ് ടു ആക്സിസ് ആണ് നമ്മൾ പോയിന്റ്സ് ഒക്കെ പ്ലോട്ട് ചെയ്യുക. സോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ലൈൻസ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പൊസിഷൻ പറയാൻ പറ്റുന്നത്? അപ്പൊ ഒരു പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ, ഒരു പോയിന്റ് പറയണമെങ്കിൽ, ഈ പോയിന്റ് എ എന്ന് പറഞ്ഞ പോയിന്റിലാണ് ഒരു മാർക്കിംഗ് വരേണ്ടതെന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയണം? എക്സ് ആക്സിസിലുള്ള -3യും വൈ ആക്സിസിലുള്ള 3യും കൂടെ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് ആണ് -3 3. അപ്പൊ എന്താണ്? ദ പെർപെൻഡിക്കുലർ ലൈൻസ് വി ഡ്രോ to mark the positions of points are called the axis of coordinates. അപ്പോൾ ഇതാണ് ആക്സിസ്, ഇതൊരു ആക്സിസ്, ഇതൊരു ആക്സിസ്, ഇത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസും. അപ്പൊ ആദ്യം നമ്മൾ എടുക്കുന്ന പോയിന്റ്, അതായത് ഇവിടെ എടുക്കുന്ന 3 ആണ്. ആദ്യത്തെ 3 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് കമ്മിങ് ഫ്രം ദ എക്സ് ആക്സിസ് ആൻഡ് ദ സെക്കൻഡ് പോയിന്റ് ഇസ് കമ്മിങ് ഫ്രം ദി വൈ ആക്സിസ്. അപ്പൊ അവിടെ ഞാൻ ഇപ്പൊ അവിടെ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ പെർപെൻഡിക്കുലേഴ്സ് ഞാൻ വരച്ച് കാണിച്ചാൽ എങ്ങനെയാണ് ആ പോയിന്റ് പ്ലോട്ട് ചെയ്യുന്നത്. സോ ഫ്രം ഹിയർ എ ലൈൻ ഫ്രം ഹിയർ ടു ഹിയർ, കണ്ടോ, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും. അപ്പൊ അതിന്റെ രണ്ടിന്റെയും കൂടെ മീറ്റിംഗ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിലാണ് ഈ അല്ലെങ്കിൽ 3 3, അതായത് എക്സ് ആക്സിസിൽ 3യും വൈ ആക്സിസിലും 3. അതാണ് അതിന്റെ മീനിങ്. എക്സ് ആക്സിസിൽ 3, വൈ ആക്സിസിലും 3. അതുകൊണ്ടാണ് 3 3 എന്നുള്ള പോയിന്റ് അവിടെ എടുക്കാൻ കാരണം. സോ ഇനി അതേപോലെ തന്നെ നമ്മുടെ പോയിന്റ് എ ഓഫ് -3 3. അപ്പൊ അതെങ്ങനെയാണ് മാർക്ക് ചെയ്തത്? അത് മാർക്ക് ചെയ്തത് എക്സ് ആക്സിസിൽ, ഫസ്റ്റ് വൺ എക്സ് ആക്സിസിൽ നിന്ന് എടുക്കുന്നത്, ഇവിടുന്ന് -3 എടുത്തു. ആൻഡ് ഫ്രം ദിസ് സൈഡ് 3. And we are getting the point -3 3. കണ്ടോ, മീറ്റിംഗ് പോയിന്റ് ഓഫ് ദോസ് ടു. ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക, ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. മീറ്റിംഗ് പോയിന്റ് ഇസ് അറ്റ് ദ പോയിന്റ് -3 3. ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്, -3 3. അപ്പൊ ഇതിനൊക്കെ ഈ പോയിന്റ്സ് ഒക്കെ ഞാൻ വരയ്ക്കുമ്പോഴൊക്കെ ഓരോ പോയിന്റ് കറക്റ്റ് കോർഡിനേറ്റ്സ്, അതിനാണ് നമ്മൾ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. എന്താ കോർഡിനേറ്റ്സ്? പൊസിഷൻ, കറക്റ്റ് പൊസിഷനെ പറയുന്നതാണ്. we can denote the position of any point using a pair of numbers. ഇവിടെ pair of numbers ആണ് 3 3.
അപ്പോൾ അതിനെയാണ് നമ്മൾ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നിനും കോർഡിനേറ്റ് ഉണ്ട്. ജിയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഇവിടെ 4 ആണ്. പക്ഷെ വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വൈ ആക്സിസിൽ ഇവിടെ 0 ആണ്. അപ്പോൾ ഈ കോർഡിനേറ്റ് എന്താ വരിക? ഇറ്റ് ഈസ് 4,0. 4,0. അപ്പം അത് അവിടെ മാർക്ക് ചെയ്ത് വെക്കാം. ജിയുടെ കോർഡിനേറ്റ് 4,0. അപ്പം ഈ കോർഡിനേറ്റ് ആണ് 4,0. അതേപോലെ ഈ കോർഡിനേറ്റ് ഐ എന്ന് പറയുന്ന കോർഡിനേറ്റ് ഇവിടുന്ന് എക്സ് ആക്സിസിൽ നിന്നാണ് ആദ്യം എടുക്കേണ്ടത്. ഇവിടുന്ന് എക്സ് ആക്സിസിന്റെ വാല്യൂ എടുക്കുക 3. സെയിം വേ വൈ ആക്സിസിന്റെ വാല്യൂ എടുക്കുക -3. സോ 3,-3. എപ്പോഴും മനസ്സിലാക്കുക, ആദ്യം എക്സ് ആക്സിസും പിന്നെ വൈ ആക്സിസും ആണ് നമ്മൾ എടുക്കേണ്ടത്. അതേപോലെ ഈ കോർഡിനേറ്റ് എന്താ വരിക? ഇവിടെ വൈ ആക്സിസിൽ -4 ആണ്, പക്ഷെ എക്സ് ആക്സിസിൽ ഇവിടെ കണ്ടോ 0 ആണ്. അപ്പൊ ആദ്യം നമ്മൾ എപ്പോഴും എക്സ് ആക്സിസിന്റെ വാല്യൂ ആണ് എടുക്കുക. അപ്പൊ 0, ദെൻ വൈ ആക്സിസിന്റെ വാല്യൂ -4. ദെൻ അതേപോലെ ഈ എം എന്ന് പറഞ്ഞ കോർഡിനേറ്റ് എന്താണ്? എമ്മിന്റെ കോർഡിനേറ്റ് എക്സ് ആക്സിസിൽ -3, വൈ ആക്സിസിൽ നിന്ന് -3. സോ -3, is the coordinate of M. Same way, what is the coordinate of O? ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് എങ്ങനെ കാണാം? എക്സ് ആക്സിസിൽ എന്താ വാല്യൂ നോക്കുക? എക്സ് ആക്സിസിൽ -4, whereas y ആക്സിസിലോ y ആക്സിസിൽ 0. സോ -4,0. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓൺ ദ എക്സ് ആക്സിസിൽ പോയിന്റ്സ് എങ്ങനെയായിരിക്കും? 4,0. ഇപ്പുറത്ത് കണ്ടോ -4,0. ഞാൻ ഇവിടെ ഒരു കോർഡിനേറ്റ് എടുത്താലോ, 8ന്റെ മുകളിൽ ഒരു കോർഡിനേറ്റ്, ഇവിടെ എന്താ വരിക? This will be 8,0. കണ്ടോ? ഓൺ ദ എക്സ് ആക്സിസിന്റെ മുകളിൽ y വാല്യൂസ് ഒക്കെ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി അത് വേറൊരു പോയിന്റും കൂടെ എടുക്കാം നമുക്ക്. സി, കോർഡിനേറ്റ് ഓഫ് സി. സിയുടെ കോർഡിനേറ്റ് എക്സ് ആക്സിസ് ഇവിടെ 0 ആണ്, y ആക്സിസിൽ 4 ആണ്. അപ്പൊ 0,4. അതേപോലെ ഈ y ആക്സിസിന്റെ മുകളിൽ വേറൊരു കോർഡിനേറ്റ് ഇതെന്തായിരിക്കും? അവിടെ എക്സ് ആക്സിസ് 0 ആണ്, y ആക്സിസിന്റെ മുകളിലുള്ള പോയിന്റ് ആണ് 5. സോ 0,5. ഈ പോയിന്റ് 0,4. ഇനി ഈ പോയിന്റ് എന്തായിരിക്കും? ദാറ്റ് വിൽ ബി 0,3. അപ്പൊ ഒരു കാര്യം, ഇവിടെ y ആക്സിസിന്റെ മുകളിലുള്ള ഏതൊരു കോർഡിനേറ്റ്, ഏതൊരു പോയിന്റ് എടുത്താലും ഇറ്റ് വിൽ ബി 0, ഏത് പോയിന്റ് ആണോ അത്. അപ്പൊ 0,5, 0,4, 0,3, 0-1, 0-2, 0-4. അപ്പൊ 0 ആദ്യം വന്നു കഴിഞ്ഞാൽ അത് ഏത് ആക്സിസിന്റെ മുകളിലായിരിക്കും? അത് y ആക്സിസിന്റെ മുകളിലായിരിക്കും. 0 രണ്ടാമത് വന്നു കഴിഞ്ഞാലോ, കോർഡിനേറ്റിൽ 0 രണ്ടാമത് വന്നു കഴിഞ്ഞാൽ അത് എക്സ് ആക്സിസിന്റെ മുകളിലായിരിക്കും. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്യണം എവിടെയാണ് ഓരോ പോയിന്റും. പിന്നെ ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇനി ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ മുകളിലുള്ള കോർഡിനേറ്റ്സ് നമ്മളൊന്ന് എഴുതി നോക്കിയാലോ. ഇതിന്റെ മുകളിൽ ഈ W എന്ന് പറഞ്ഞ പോയിന്റ്, W എന്ന് പറഞ്ഞ ഇതിന്റെ കോർഡിനേറ്റ് എക്സ് ആക്സിസിൽ -9, y ആക്സിസിന് 4. അപ്പൊ -9,4. അതേപോലെ ഈ കോർഡിനേറ്റ്, ഇവിടെ ഉള്ള കോർഡിനേറ്റ് എന്തായിരിക്കും? ഇവിടെ പിന്നെയും -9, എക്സ് ആക്സിസിന് -9, y ആക്സിസിന് 3. ഈ പോയിന്റോ ഇവിടെ -9,1. ആൻഡ് ഹിയർ ദിസ് വിൽ ബി -9, -2. അപ്പോൾ ഒരു ലൈൻ പാരലൽ ടു y ആക്സിസ് ആണെങ്കിൽ അതിന്റെ എക്സ് വാല്യൂസ് ഒക്കെ സെയിം ആയിരിക്കും. പാരലൽ ടു y ആക്സിസ്, ഈ ലൈന് പാരലൽ ടു y ആക്സിസ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ എക്സ് വാല്യൂസ് ഒക്കെ സെയിം ആയിരിക്കും, ഓൺലി y വാല്യൂസ് വിൽ ഡിഫർ. അപ്പൊ ഇതിന്റെ മുകളിലൂടെ ഒരു എക്സ് ആക്സിസിലൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ വിച്ച് ഇസ് പാരലൽ ടു y ആക്സിസ്, that x value will be a constant. അപ്പൊ അത് ഓർക്കുക എങ്ങനെയാണ്. അപ്പൊ ഇതിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ്
കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യുന്നത് ആദ്യം എക്സ് ആക്സിസും പിന്നെ വൈ ആക്സിസും പിന്നെ ഒരു ഹൊറിസോണ്ടൽ ലൈനും അതിന്റെ പെർപെൻഡിക്കുലർ അതായത് വെർട്ടിക്കൽ ലൈനും കൂടെ ആകുമ്പോഴാണ് അതിന്റെ ആക്സിസ് ആവുന്നത്. ഈ എക്സ് ആക്സിസും വൈ ആക്സിസും കൂടെ മീറ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റിനെയാണ് ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒറിജിന്റെ കോർഡിനേറ്റ് എന്താണ്? ഒറിജിന്റെ കോർഡിനേറ്റ് 0,0. അതില് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും 0 ആവുന്ന ഈ ഒരു പോയിന്റിനെയാണ് ഒറിജിൻ എന്ന് പറയുന്നത്. പിന്നെ അതിൽ എങ്ങനെയാണ് പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നത്? അപ്പൊ ഇതിനകത്ത് പോയിന്റ്സ് മാർക്ക് ചെയ്യുമ്പോൾ ആദ്യം എപ്പോഴും നമ്മൾ എന്തെടുക്കണം? എക്സ് കോർഡിനേറ്റും പിന്നെയാണ് വൈ കോർഡിനേറ്റ്. അപ്പൊ ആ പോയിന്റ്സ് രണ്ടിന്റെയും കൂടെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ, അവിടുന്ന് രണ്ടിടത്തുനിന്നും ലൈൻ വരച്ചിട്ട് പെർപെൻഡിക്കുലർ ലൈൻസ് വരച്ചിട്ട് അതിന്റെ മീറ്റിംഗ് പോയിന്റ്, അതാണ് അതിന്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. സോ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് എ ലൈൻ ഫ്രം ദ എക്സ് ആക്സിസ് and from the y-axis meet at a point to get that particular coordinate. അപ്പോൾ ഇവിടെ നിന്നാണോ ഇവിടുന്ന് എടുക്കുകയാണെങ്കിൽ ഇവിടെ 3 ആണെങ്കിൽ ഇവിടുത്തെ എക്സ് ആക്സിസ് എക്സ് വാല്യൂ 3ഉം ഇവിടുന്ന് വൈ വാല്യൂ എത്രയാണോ അതും ഇവിടെ എഴുതുന്നതാണ്. ഈ ഇതിനെയാണ് നമ്മൾ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഒരു പെയർ ഓഫ് പോയിന്റ്സ്, പെയർ ഓഫ് നമ്പേഴ്സ്. പിന്നെ അതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വിച്ച് ഇസ് പാസിംഗ് ത്രൂ, ഒരു ലൈന് ഇതിലൂടെ പാസ് ചെയ്യുക, ഏത് എക്സിലത്തെ ഏതെങ്കിലും ഒരു വാല്യൂയിലൂടെ പാസ് ചെയ്യുക, വിച്ച് ഇസ് പാരലൽ ടു വൈ ആക്സിസ്, വൈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ. ആ ലൈനിന്റെ മുകളിലുള്ള എക്സ് വാല്യൂസ് എല്ലാം സെയിം ആയിരിക്കും, വൈ വാല്യൂസ് മാത്രമേ മാറുള്ളൂ. അപ്പോൾ എ ലൈൻ വിച്ച് ഇസ് പാരലൽ ടു വൈ ആക്സിസ് വിൽ ബി ഹാവിങ് എക്സ് വാല്യൂസ് സെയിം. പിന്നെയോ ഇനിയിപ്പോൾ ഞാൻ ഒരു ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് വരച്ചാലോ? Drawing a line parallel to x-axis. So ഇവിടെ വരയ്ക്കാം. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ. ഇനി ഇതിന്റെ മുകളിലുള്ള പോയിന്റ്സോ? ഇതിന്റെ മുകളിലുള്ള ഓരോ പോയിന്റ്സും എന്തൊക്കെയായിരിക്കും? ഈ പോയിന്റ് എന്ന് പറയുന്നത് ആദ്യം എക്സ് ആക്സിസ് നോക്കുക. എക്സ് ആക്സിസിൽ -6ഉം വൈ ആക്സിസിൽ -5ഉമാണ്. അപ്പൊ ഇതിന്റെ കോർഡിനേറ്റ് -6, -5. ഇനി ഇവിടെ ഇപ്പുറത്തുള്ള ഒരു പോയിന്റ് എടുക്കുക, അതിന്റെ കോർഡിനേറ്റ് എന്താ നോക്കാം. ഇവിടെ -3 ആൻഡ് ഇവിടെ -5. സോ ദിസ് ഇസ് -3, -5. ആൻഡ് ദിസ് പോയിന്റ് ഇവിടുത്തെ കോർഡിനേറ്റ് എന്തായിരിക്കും? 0, -5. ആൻഡ് വാട്ട് അബൌട്ട് ദിസ് പോയിന്റ്? ദാറ്റ് പോയിന്റ് ഇസ് 2, -5. And this point, ഇവിടുത്തെ കോർഡിനേറ്റ് 6, -5. അപ്പൊ ഈ ഒരു ലൈൻ which is parallel to x-axis will be having the y values same. Parallel to x-axis ആണെങ്കിൽ y values same ആയിരിക്കും. Parallel to y-axis ആണെങ്കിൽ x values same ആയിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ. The meeting point of the perpendiculars meet at a point, that point is called the origin. For origin we mark it as 0, 0. Then on the x-axis ഈ right side positive ആയിരിക്കും, left side ലേക്ക് negative, upward it will be positive, downward it will be negative. From the origin left side ലേക്ക് right side ലേക്ക് positive, left side ലേക്ക് negative, മുകളിലേക്ക് positive, താഴേക്ക് negative. അതായത് അപ്വേർഡ് ഡയറക്ഷനിൽ വൈ ആക്സിസിന്റെ അപ്വേർഡ് ഡയറക്ഷനിൽ പോസിറ്റീവ്, ഡൗൺവേർഡ് ഡയറക്ഷനിൽ നെഗറ്റീവ്. ഇനി കോർഡിനേറ്റ് എന്ന് പറയുന്നത് അതായത് എക്സ് ആക്സിസിൽ നിന്നും വൈ ആക്സിസിൽ നിന്നും ഏത് പോയിന്റ് ആണോ വേണ്ടത് അവിടുന്ന് നമ്മൾ പെർപെൻഡിക്കുലേഴ്സ് വരച്ചു കഴിഞ്ഞാൽ മീറ്റിംഗ് പോയിന്റ് ആണ് കോർഡിനേറ്റ്സ്. വി ക്യാൻ ഡിനോട്ട് ദ പൊസിഷൻ ഓഫ് എനി പോയിന്റ് യൂസിങ് എ പെയർ ഓഫ് നമ്പേഴ്സ്. ദീസ് നമ്പേഴ്സ് വി കോൾ ഇറ്റ് ആസ് ദി കോർഡിനേറ്റ്. A line which is parallel to y-axis will be having x values same. If a line is parallel to x-axis, it will be having y values same. And the meeting point of x-axis and y-axis we call it as the origin, and it is denoted by 0, 0. ഇത്രയും കാര്യങ്ങളാണ് ഈ കോർഡിനേറ്റ്സിൽ വരുന്നത്. ഇനി നമ്മൾ ആ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇതിനകത്തുള്ള ആക്ടിവിറ്റി ക്വസ്റ്റ്യൻസ്. Page number 134. Page 134. First question, find the following.
find the following. In that first one, the y coordinate of any point on the x-axis. The y coordinate of any point on the x-axis. x-axisന്റെ മുകളിലുള്ള ഏത് പോയിന്റും എങ്ങനെയായിരിക്കും x-axisന്റെ മുകളിൽ. ഇപ്പം ഇങ്ങനെയാണ് x-axis y-axis. അപ്പം അതൊക്കെ നേരത്തെ ഞാൻ കാണിച്ചു തന്നു. ഈ ഭാഗം എല്ലാം പോസിറ്റീവ് ആണ്, ഈ ഭാഗം നെഗറ്റീവ് ആണ്. ദിസ് ഇസ് x, x ഡാഷ്, y, y ഡാഷ്. ഇതാണ് x-axis. x-axisന്റെ മുകളിലുള്ള ഏത് പോയിന്റും എങ്ങനെയായിരിക്കും x-axisന്റെ മുകളിലുള്ള ഏത് പോയിന്റ്. അപ്പോൾ ഈ ഒരു ഇത് നോക്കിയാൽ മതി. ഇതിനകത്ത് x-axisന്റെ മുകളിലുള്ള പോയിന്റ്സ് ഒക്കെ നോക്ക്. -40, 40, 80 ഇതൊക്കെയാണ് x-axis. ഇതാണ് x-axisന്റെ മുകളിലുള്ള പോയിന്റ്സ്. അപ്പോൾ ഏത് പോയിന്റ് ഇവിടെ എടുക്കുകയാണെങ്കിലും ഈ പോയിന്റ് എന്തായിരിക്കും -11,0. അപ്പോൾ കണ്ടോ, x-axisന്റെ മുകളിൽ ഏതൊരു പോയിന്റ് എടുക്കുകയാണെങ്കിലും ഏതൊരു കോർഡിനേറ്റ് എഴുതുകയാണെങ്കിലും അതിന്റെ y വാല്യൂ എന്തായിരിക്കും 0 ആയിരിക്കും. So the y coordinate of any point on the x-axis. So here we can mark it. This is 1,0. ഇവിടെ എന്തായിരിക്കും 2,0. പിന്നെ ഈ സൈഡിലാണെങ്കിലും -1,0. അപ്പോൾ y coordinate of any point on the x-axis will be, answer will be 0. ഇനി അതിലുള്ള സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, the x coordinate of any point, x coordinate of any point on the y-axis. x coordinate of any point on the y-axis. y-axisന്റെ മുകളിലുള്ള x coordinates കണ്ടോ. x coordinates എന്തൊക്കെയാ? 0, 5, 0, 4. അതിന്റെ കോർഡിനേറ്റ്സ് 0, 5, 0, 4. ഇതാണ് y-axisന്റെ മുകളിൽ. 0, -5. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ 0, -1, 0, -2. അപ്പൊ ഈ y-axisന്റെ മുകളിലുള്ള x കോർഡിനേറ്റ് എല്ലാം x കോർഡിനേറ്റ്സ് ഒക്കെ 0 ആയിരിക്കും. So x coordinate of any point on the y-axis, answer is 0. Then third sub question, the coordinates of the origin. The coordinates of the origin. Coordinates of the origin എന്താ? x-axisഉം y-axisഉം മീറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് origin എന്ന് പറയുന്നത്. So it is 0, 0. Then fourth sub question, the y coordinate of any point on the line through 0, 1 parallel to the x-axis. The y coordinate of any point on the line through 0, 1 parallel to x-axis. x-axisന് parallel ആയിട്ട് ആയിട്ടുള്ള ഒരു ലൈൻ ത്രൂ ദ പോയിന്റ് 0, 1. 0, 1 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. ഈ പോയിന്റിലൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ x-axisന് പാരലൽ ആയിട്ട് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അപ്പൊ ഈ ലൈനിൽ ആ ലൈനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? y കോർഡിനേറ്റ് ഓഫ് എനി പോയിന്റ്. അപ്പൊ ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ ഈ ലൈനിൽ ഞാൻ ഏത് പോയിന്റ്സ് പ്ലോട്ട് ചെയ്താലും ഏതൊരു കോർഡിനേറ്റ് എടുത്താലും ദിസ് വിൽ ബി 4, 1. ഹിയർ ഇറ്റ് വിൽ ബി 3, 1. ഇത് 2, 1. ഇത് 1, 1. 0, 1. -1, 1. -2, 1. അങ്ങനെ ഈ ലൈനിന്റെ മുകളിലുള്ള എല്ലാ കോർഡിനേറ്റ്സിനും y വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. കാരണം അത് പാസ് ചെയ്യുന്നത് 1ലൂടെ ആയതുകൊണ്ട് അതിന്റെ y വാല്യൂ 1 ആയിരിക്കും. സോ ദ ആൻസർ വിൽ ബി, ആൻസർ ഇസ് 1. Y coordinate of any point on the line through 0, 1 parallel to x-axis is 1.
Then next one, the x coordinate. Next question, question number 5. The x coordinate of any point, x coordinate of any point on the line through 1 0 parallel to the y-axis. X coordinate of any point on the line through 1 0. 1 0 ലൂടെ 1 0 എന്ന് പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിലൂടെ ഉള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു വൈ ആക്സിസ്. അപ്പോൾ അങ്ങനത്തെ ഒരു ലൈൻ എങ്ങനെയായിരിക്കും? പാരലൽ ടു വൈ ആക്സിസ് ആയിട്ട് 1 0 എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇവിടെ നിന്ന് പാരലൽ ടു വൈ ആക്സിസിലുള്ള ഒരു ലൈനാണിത്. ഈ ലൈനിന്റെ മുകളിൽ ഉള്ള പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? ഈ ലൈനിന്റെ മുകളിലെ പോയിന്റ്സ് 1 0 1 1 1 2 1 3 1 4, ഇപ്പുറത്താണെങ്കിൽ 1 -1 1 -2 1 -3 etc. So the x coordinate ഒക്കെ എന്തായിരിക്കും? x coordinate ഒക്കെ 1 ആയിരിക്കും. So the x coordinate of any point on the line through 1 0 parallel to y axis, answer will be 1. X coordinate will be 1. So അതിനകത്തുള്ള ബാക്കി എക്സസൈസ് ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. Thank you for watching my video. Those who haven't subscribed, please like, share and subscribe, and also click on the bell icon for more updates and notifications. Bye.